ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെളിയിൽ ഇങ്ങനെ വന്നിട്ടൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. രാവിലെ തന്നെ ആ ഒരു ചെറിയ തണുപ്പോട് കൂടിയിട്ടുള്ള ക്ലൈമറ്റ് നല്ലൊരു പോസിറ്റീവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു തണുപ്പും ആ ഒരു ചെറിയൊരു വെളിച്ചം വെപ്പും എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മൾക്ക് നല്ല കിളികളുടെ സൗണ്ടും അതുപോലെ അമ്പലത്തിലെ പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേട്ട് നിൽക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ ജോലികൾ നടക്കില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ എന്താ പറയുക അടുക്കളയ്ക്കുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എന്നാലും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി പൊക്കവടയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി വടയല്ല, ഉള്ളി പൊക്കവട കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അധികം കനമില്ലാണ്ട് വേണം കേട്ടോ നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിക്കൊരു പ്രത്യേക അളവ് പറയാനൊന്നുമില്ല, നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് തിരുമ്പി ഒന്ന് വേർപെടുത്തി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് നമുക്കത് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്ത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വേർപെട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉള്ളിലുള്ള വെള്ളം പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഉപ്പൊക്കെ ചേർത്ത്, നല്ലപോലെ ഉപ്പില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ തിരുമ്പിയെടുത്ത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വേർപെടുത്തിയെടുത്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ചതച്ച് ചേർക്കുക. ഞാൻ കുനുകുനാന്ന് അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. കുനുകുനാന്ന് അരിഞ്ഞ് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. കുട്ടികൾ കഴിക്കുന്ന കാരണം ഞാനത് ഒരു മുളകായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നശിക്കിയിട്ട് ചെറുതായി തന്നെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നിറയെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ കറിവേപ്പില ഒട്ടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കളറിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, എരിവ് എത്ര വേണം എന്നതിന് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാകും കേട്ടോ. പിന്നെ 2 സ്പൂണ് നമ്മുടെ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാ പറഞ്ഞാൽ നമ്മുടെ പൊക്കവടയ്ക്ക് നല്ല മൊരുമൊരുപ്പുണ്ടാകും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കടലമാവ് ചേർക്കാൻ പോകണം. കടലമാവ് ഒരുപാട് ചേർക്കരുത്, നമ്മൾ ഉള്ളിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ കടലമാവ് ചേർക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ടാവും ഇതിൽ. അത് മതിയാകും നമുക്ക്. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കരുത്, വെള്ളമോ ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് വേണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ടൊരു ബൈൻഡിങ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ ബൈൻഡിങ് പോരാണ്ട് ഒരുപാട് കടലമാവ് ചേർക്കരുത് കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളി കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മുടെ മാവ് വേകാത്ത പോലെ ഇരിക്കും. അത് ഉള്ളി കരിയാൻ കാരണം എന്താ പറഞ്ഞാൽ മാവ് വെന്തിട്ടില്ല പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ എണ്ണയിലിടുമ്പോൾ എന്താകും, ഉള്ളി കരിഞ്ഞും പോകും, മാവ് വേവാതെയാകും കേട്ടോ. അപ്പോൾ അത് അധികം ആക്കണ്ട. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബൈൻഡിങ് കിട്ടും, ചെറിയൊരു ബൈൻഡിങ് അത്ര തന്നെ നമുക്ക് വേണ്ടു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 4 സ്പൂണ് കടലമാവും അതുപോലെ തന്നെ 2 സ്പൂണ് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി എത്ര എടുക്കണോ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രം നല്ല മൊരുമൊരുന്നും നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പൊക്കവട കിട്ടുള്ളൂ കേട്ടോ. ഇതിന് പാകം തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വറക്കാൻ എന്തായാലും എണ്ണ ചൂടാക്കാൻ വയ്ക്കുമല്ലോ. അപ്പോൾ അതിന്ന് ഒരു 2 സ്പൂണ് നല്ല ചൂടുള്ള എണ്ണയാണ് കേട്ടോ നമ്മൾ ചേർക്കണമെങ്കിൽ. നല്ല ചൂടുള്ള എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായ എണ്ണ കാരണം നമുക്ക് കൈ ചൂടും. അതുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ചൂടൊക്കെ അറിയതിന് ശേഷം ഒന്നുകൊണ്ട് കൈ കൊണ്ട് നന്നായി തന്നെ ഒന്ന്
മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലോണം ചേർക്കുന്നത് നല്ലതാണ്, അതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേകമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വരുന്നുള്ള കായപ്പൊടി വേണമെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ നമ്മുടെ ഉള്ളിപ്പക്കോടയല്ല ഉള്ളിവടയല്ല ഉള്ളിപ്പൊക്കവടയല്ലേ നമ്മൾ ഉണ്ടാക്കണമല്ലേ, അതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ നമുക്ക് കട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാതയൊക്കെ ഒന്ന് കുറയുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് ക്രിസ്പി പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി. പിന്നെ അതുമാത്രമല്ല, നമുക്ക് തോന്നും മാവിൻ്റെ അളവ് കുറവാണ് തോന്നും, പക്ഷെ നമ്മൾ അളവ് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അറിയോ, അത് ഉള്ളിവട മാതിരി ആവും കേട്ടോ. അതുകൊണ്ട് മാവ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്താൽ മതി, നല്ല കറക്റ്റായി തന്നെ കിട്ടും. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതുപോലെ ഉപ്പ് എല്ലാം നോക്കി ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഉള്ളിപ്പൊക്കെ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പം ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മൊരുന്ന് നല്ല ടേസ്റ്റായിരിക്കും കണ്ടോ. നമ്മൾ ചേർത്ത മാവ് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് മസാല ചായയാണ് കേട്ടോ. മസാല ചായയുടെ കൂടെ നമ്മുടെ ഉള്ളിപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വശത്ത് ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വശത്ത് നമ്മുടെ പക്കോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിവടയെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, ഉള്ളിവടയല്ല ഉള്ളിപ്പൊക്കവട കേട്ടോ, ഉള്ളിപ്പൊക്കവട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മളിത് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ടിപ്പിലേക്ക് വരാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മൺചട്ടി മയക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മൺചട്ടി ഒരുപാട് തരത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് തരത്തിലും രീതിക്കും നമ്മുടെ ചട്ടി മയക്കിയെടുക്കും. അപ്പോൾ ഞാനെങ്ങനെയാണ് മൺചട്ടി മയക്കുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള മൺചട്ടി നല്ലപോലെ കഴുകി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരി കഴുകിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അരി കഴുകിയ വെള്ളം ഒഴിച്ച് ഇതങ്ങനെ നമ്മൾ രാവിലെ ചോറ് വെക്കാൻ അരി കഴുകുമല്ലോ, ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് വൈകുന്നേരം വരെ ആ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചട്ടി ആ വെള്ളമൊക്കെ കുടിച്ച് നല്ല കറക്റ്റായിട്ട് വരും. ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഈ കുഞ്ഞു ചട്ടി മയക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ അരി കഴുകിയ വെള്ളം ചേർത്ത് കൊടുത്തു. വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചട്ടിക്ക് നല്ല തണുപ്പായിട്ടോ. ഈ വെള്ളമൊക്കെ കുടിച്ച് ചട്ടി നല്ല തണുപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ എന്താ പറയുക അരി കഴുകിയ വെള്ളം ഒഴിച്ച് അപ്പം തന്നെ തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ അത് തിളച്ച് വരാൻ ഒരുപാട് സമയം നമുക്ക് എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചട്ടി വെള്ളമൊക്കെ കുടിച്ചൊന്ന് കറക്റ്റായി വരണം. അതുകൊണ്ട് നമ്മൾ രാവിലെ ഈ അരിക്കൽ വെള്ളം ഒഴിച്ചിട്ട് വൈകുന്നേരം തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് വെള്ളം പെട്ടെന്ന് ചൂടായി വരും. നമ്മൾ വെള്ളം ഒഴിച്ച് ഉടനെ നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ അത് ഒരുപാട് സമയം വേണ്ടി വരും കേട്ടോ. നമ്മുടെ ഈ അരിക്കിൽ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറയണേ, നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ച് വൈകുന്നേരം ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചട്ടി ചൂടായി വെള്ളം അതുപോലെ തിളച്ച് വരും കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ ഒഴിച്ചതും അങ്ങനെ തിളപ്പിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ ബെറ്ററാണ് തോന്നിയത്. നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ രാവിലെ ഇതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. ഇത് നല്ലപോലെ തിളക്കട്ടെ, ഒരു 2-3 തിള നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്തെടുക്കുക. അതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാൻ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒന്നും ചെയ്യേണ്ട, നമ്മളിങ്ങനെ വൈകുന്നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം രാവിലെ കഴുകുകയോ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ രാവിലെ കഴുകാൻ നമുക്ക് തിരക്കൊണ്ട് നേരമില്ലെങ്കിൽ നമ്മുടെ പണിയെല്ലാം ഒരുങ്ങിയതിന് ശേഷം നമുക്കിത് കഴുകി എടുത്തതിന് ശേഷം നമുക്കതിൽ കൂട്ടാൻ വെച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമ്മുടെ ചട്ടി മയക്കിയെടുക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് മാത്രം ചെയ്താൽ മതി, പെട്ടെന്ന് നമ്മുടെ ചട്ടി മയങ്ങി കിട്ടുകയും ചെയ്യും. കറി വയ്ക്കുമ്പോൾ യാതൊരു സ്മെല്ലോ മണമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല വൃത്തിയായി തന്നെ കിട്ടും. നല്ലപോലെ 2-3 മറി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിടാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് പച്ചവെള്ളത്തിൽ തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കൂട്ടാനൊക്കെ വെച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചട്ടി മയക്കൽ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പിറ്റേ ദിവസം രാവിലെ നല്ലപോലെ നമ്മൾ സാധാരണ പാത്രങ്ങൾ കഴുകും പോലെ കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി അതിൽ ഞാൻ ആദ്യം തന്നെ
നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്പാണ് നമ്മൾ പറയുന്നത്. നല്ല ടേസ്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇത് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ചിക്കനൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറക്കാൻ നേരത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് തെളിച്ച് അതിൻ്റെ പച്ചമണം മാറിയിട്ട് ഇറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക്. ഇപ്പോൾ നമ്മൾ അതെല്ലാം ചേർത്ത് നല്ലപോലെ തിളച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിട്ട് വയ്ക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. നമ്മുടെ ഇങ്ങനെയുള്ള നാടൻ കൂട്ടാനൊക്കെ വെച്ചിട്ട് അത് ഇറക്കുന്ന സമയത്ത് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ചെയ്ത് നോക്കുക. ഇറക്കാൻ നേരത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ഗരം മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പാൽപ്പായസമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് പറയാനുള്ള എന്താ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പാൽപ്പായസം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ പോണ നേരത്ത് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമായിട്ട് എന്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഉപ്പ് ചേർക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ മധുരം ബാലൻസ് ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം ചേർത്തിട്ടുണ്ട്. ഉപ്പുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഒരു കുഞ്ഞു പിടി പരിപ്പ് കേട്ടോ. ഒരു കുഞ്ഞു പിടി, ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 സ്പൂണ് പരിപ്പുണ്ടാകും. അത് ഞാൻ തകണ്ടോ ഇത്ര പരിപ്പിന് എടുത്തുള്ളൂ, 2 സ്പൂൺ ഉണ്ടാകും കേട്ടോ. അത് നല്ലപോലെ കഴുകി നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കുറഞ്ഞ പരിപ്പിന് ഇത്രയും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെന്ത് വരുമ്പോൾ അത് തിളച്ച് വെളിയിൽ പോകും. അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൂണ് ചേർത്ത് അടച്ചിട്ട് ഇതൊരു 3 വിസിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഹൈ ഫ്ലെയിമിൽ അടിക്കുന്ന സമയത്ത് അതിന്ന് വെള്ളം ഒന്നും പുറത്തേ പോകില്ല കേട്ടോ. വെള്ളം അങ്ങനെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ വെന്ത് വരികയും ചെയ്യും, നമ്മുടെ വെള്ളമൊന്നും പുറത്ത് പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ചെയ്യുന്നൊരു ടിപ്പാണിത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആവിയെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി പരിപ്പ് വേവിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളം പുറത്തു പോകില്ല കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഉള്ളിയെക്കുറിച്ചുള്ള കുറച്ച് ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉപ്പ് ചേർത്തിട്ടാണ് ഇത് ചെയ്യുമെങ്കിലും പഞ്ചസാര ചേർക്കുമ്പോൾ എന്താ അറിയോ, നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വറുത്ത് റെഡിയായി കിട്ടുകയും ചെയ്യും, നല്ല ക്രിസ്പി ഉണ്ടാവുകയും ചെയ്യും. അത് വറന്ന് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയെല്ലാം അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് 2 സ്പൂൺ പഞ്ചസാര, ഒരു 1.5 സ്പൂൺ നമുക്ക് ഉള്ളി എത്ര എടുത്ത് അതിനനുസരിച്ചിട്ട് കേട്ടോ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുക്കണമെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മുരിഞ്ഞ് വരികയും ചെയ്യും, നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ നമ്മുടെ ഉള്ളിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റിലെ ടിപ്പ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാണിച്ച ടിപ്പും അതുപോലെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.